പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു. അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു മകൻ പോലും ഒരു മകൾ പോലും കർത്താവ് ലജ്ജിക്കാൻ ഇടയാക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരിച്ചോര് ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിട ചൂടിയവനെ, കർത്താവേ, നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കള് കർത്താവേ, ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരിക ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ നടത്തിയ കർത്താവേ, നിൻ്റെ ആശ്വാസം അക്ഷരാർത്ഥത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഏത് കാര്യത്തിന് വേണ്ടിയാണോ, ഏത് കാര്യത്തിന് വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കുന്നത്, ആ വിഷയത്തിന് കർത്താവ് ഇന്ന് രാത്രി 7 മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സാമ്പത്തിക വിഷയമാകാം, കോടതി കേസാകാം,
വസ്തു വിൽപ്പനയോ വാങ്ങലോ ആകാം, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കത്താകാം, അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം, അല്ലെങ്കിൽ ഒരു അനുവാദമാകാം. എന്താണ് ഈശോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്? ആ തടസ്സമെല്ലാം 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഈശോ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. രോഗികൾ, പീഡിതര്, മനപ്രയാസമുള്ളവർ, കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവർ, മക്കളെ ഓർത്ത് വേദി കൊള്ളുന്നവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, കർത്താവ് അവർക്കെല്ലാം കർത്താവേ നിന്റെ സാധ്യത നൽകിയൊരു പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവ് നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. സമീപസ്ഥരും വിദൂരസ്ഥരുമായ മക്കളെ കർത്താവിൻ്റെ ദൃശ്യത്തിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, മക്കളില്ലാത്തവരെ, ഗർഭശിശുക്കൾക്ക് വൈകല്യം ഉണ്ടെന്ന് സ്കാനിങ് റിപ്പോർട്ട് വന്നവരെ, അവിടെ വയറിൽ കർത്താവ് നീ ഇപ്പം നിൻ്റെ തിരുവാർന്ന വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മക്കളില്ലാത്ത ഉദരങ്ങളിൽ കർത്താവ് നിന്റെ കൈകൾ വെച്ചുകൊണ്ട് കർത്താവ് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. പീഡിതരെ, സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ, കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, ഭീഷണിക്ക് വന്നിരിക്കുന്നവരെ, ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം കർത്താവ് അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ, അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരെ കർത്താവിൻ്റെ കരുണ അവിടെ സ്ഥാപിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗങ്ങളെ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക ഞാൻ നിന്നോട് കൊണ്ടുവന്ന് അളിച്ച കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകാൻ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിന്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ നിന്നെ ആശീർവദിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, മറിയം ഉയർത്തിയ ഒരു ബാനർ, മറിയം ഉച്ചത്തിൽ പ്രഘോഷിച്ച ഒരു സ്ലോഗൻ എന്താണത്? ക്രിസ്തുവിനെ തേടിപ്പിടിക്കൂ, ജീവിതത്തെ വീണ്ടെടുക്കൂ. അതാണ് ക്രിസ്തുവിനെ തേടിപ്പിടി. ഇപ്പം എന്തിനൊക്കെ പണ്ട് പറഞ്ഞില്ലേ, ഗരീബി കിട്ടാവൂ എന്താ, ദാരിദ്ര്യം അകറ്റു, പണിയെടുക്കൂ എന്നൊക്കെ പറഞ്ഞില്ലേ. അതുപോലെ അമ്മ ഉയർത്തിയ ഏറ്റവും വലിയ മുദ്രാവാക്യമാണ് എന്താണ്? ക്രിസ്തുവിനെ തേടിപ്പിടിക്കൂ, ഇല്ലായ്മയ്ക്ക് പരിഹാരം കാണും. അതാരും പറഞ്ഞ അമ്മ പറഞ്ഞല്ലേ. ആ കാനായിലെ കുടുംബത്തിൽ നിൽക്കുമ്പോൾ അമ്മ ഉയർത്തിയ സ്ലോഗനാണ്. ആ കുടുംബത്തിലെ കുറച്ച് ഇല്ലായ്മയും കണ്ടപ്പോൾ അമ്മ യേശുവിൻ്റെ അടുത്തേക്ക് റഷ് ചെയ്യാൻ, എന്നിട്ട് ആ ഇല്ലായ്മ പറയേണ്ട ആൾ ഈശോയാണെന്ന് ലോകത്തിന് അടയാളപ്പെടുത്തി കൊടുത്തത് അമ്മയാണ്. അതാണ് receive Jesus Christ and get saved. Receive Jesus Christ and get pacified. Receive Jesus Christ and get contented. എല്ലാത്തിനും പരിഹാരം. നിന്റെ ആന്തരിക ശൂന്യതാ ബോധങ്ങൾക്കും സാത്വിക സ്വത്വങ്ങൾ കൊണ്ട് നിറക്കുന്നത് ക്രിസ്തുവാണ്. അതാണ് മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുന്നത്. ഒരില്ലായ്മ, വീഞ്ഞവിടെ ഒരു ആ വിഷയം അവതരിപ്പിക്കാനുള്ള ഒരു മാധ്യമം മാത്രമാണ്. വിഷയം എന്താണ്? മനുഷ്യജീവിതത്തിൻ്റെ ഇല്ലായ്മകളും പോരായ്മകളുമാണ്. ഇതെല്ലാം പരിഹാരം അമ്മ നിശ്ചയിക്കേണ്ടത്. ആ അർത്ഥത്തിലാണ് ഉടമ്പടിയിൽ അവൻ പറയണത് പോലെ ചെയ്യാൻ പറയണത്. ക്രിസ്തുവിനെ തേടിപ്പിടിക്കൂ, ഇല്ലായ്മയ്ക്ക് പരിഹാരം ഉണ്ടാക്കൂ എന്ന് പറഞ്ഞാൽ എങ്ങനെ പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഉടമ്പടി പറയണത്. എന്താണ്? അവൻ പറയണത് പോലെ ജീവിച്ചുകൊണ്ട്. യോഹന്നാൻ 1:1 മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്കും എന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല. അവന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ഇതിൻ്റെ അകത്തെല്ലാം ദൈവാനുഭവത്തിൻ്റെ ദൈവിക പദ്ധതിയുടെ മർമ്മം ഉണ്ടെന്ന് എങ്ങനെ വെളിപ്പെട്ടത്? കൃപാസനത്തിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു ദാനമാണ്, ഉപദാനം. എന്താണത്? ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ പറഞ്ഞത്. എന്ത് പ്രാർത്ഥിക്കണം എന്നാണ്? ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം.
അതാണ് സംഭവം. എല്ലാ വിഷയങ്ങൾക്കും ദൈവിക നിർദ്ധാരണ പരിഹാര മാർഗമാണ് ഉടമ്പടി. അപ്പം നീ ഉടമ്പടിയിലാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് അവിടെ അബൈഡ് ചെയ്യാൻ നോക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ചന്ദ്രബാബു എന്നാണ്. ഞാൻ അമ്മയുമായിട്ട് അടുത്ത് എനിക്ക് മുൻപൊരു പരിചയവുമില്ല, അല്ലെങ്കിൽ ഒരു അറിവുമില്ല. ഞാൻ ക്ഷേത്രവുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനിപ്പോൾ സാക്ഷ്യം പറയുന്നത് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഈ സഹോദരിക്ക് വേണ്ടി കൂടിയാണ്. അപ്പം ഞാൻ അമ്മയെ അടുത്തറിയുന്നത്, ഞാൻ കോൺട്രാക്റ്റ് വർക്കൊക്കെ ചെയ്ത് അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. വലിയ സാമ്പത്തികത്തിലേക്ക് എത്തുകയും, അപ്പോൾ പുറത്തുനിന്ന് ആരും ഞാൻ കൊടുക്കാനുള്ളതല്ല, എനിക്ക് കിട്ടാനുള്ളതാണ്. അപ്പോൾ അതിനെ തുടർന്ന് എനിക്ക് കുടുംബത്തിൽ നിന്ന് തന്നെ എന്നോട് ഭാര്യയും മക്കളുമൊക്കെ തുടർച്ചയായി ഇങ്ങനെ സംസാരിച്ചതും എന്നെ ശകാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇതിനൊരു പ്രതിവിധി വേണമല്ലോ. അപ്പോൾ ഞാൻ ഇവരോട് ചോദിക്കുന്നില്ല ഈ പണം. ചോദിക്കാത്തതിൻ്റെ കാരണം, എനിക്ക് ലക്ഷം തലമുള്ളവർ പോലും എനിക്കെതിരെ ഈ കേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ കൊല്ലാൻ ശ്രമിച്ചെന്നൊക്കെ പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഞാൻ യൂട്യൂബിൽ നിന്നൊരു പ്രാർത്ഥന എടുത്തു. പ്രാർത്ഥന മാതാവിനോടുള്ള പ്രാർത്ഥനയാണ്. അപ്പം ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് മരിക്കണമെന്നാണ്. ആരും അറിയാതെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു, എൻ്റെ കുടുംബത്തോട് ഞാൻ ഇതുവരെയും പറയാത്തൊരു കാര്യം, എനിക്ക് മരിക്കണം. എനിക്ക് ആത്മഹത്യ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് മരണപ്പെടാൻ എനിക്ക് പറ്റത്തില്ല. അതിനുള്ള സാഹചര്യം അങ്ങനല്ല. അതുകൊണ്ട് ആരും അറിയാതെ പെട്ടെന്ന് ഒരു നിമിഷം ഉണരരുതെന്നുള്ളതാണ് എൻ്റെ ആവശ്യം. 21 ദിവസം ഞാൻ പ്രാർത്ഥിച്ചു. അത് പ്രാർത്ഥിക്കുന്നത് വെളുപ്പിലെ 3 മണിക്കാണ്. ഞാൻ അങ്ങനെ മറ്റൊരാളോട് അന്വേഷിച്ചപ്പം ഈ 3 മണി സമയത്ത് പ്രാർത്ഥിക്കുന്നത് നടക്കും എന്ന് എനിക്കൊരറിവ് കിട്ടി. അങ്ങനെ ഞാൻ ഈ 21 ദിവസം പ്രാർത്ഥിച്ചു. 21ൻ്റെ അന്ന് ഞാൻ വാഹനം ഓടിച്ചു വരുന്ന വഴിക്ക്, ബൈക്ക് ഓടിച്ചു വരുന്ന വഴിക്ക് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു. വണ്ടി റോങ് സൈഡ് പോയി. നല്ല വാഹനം ഓടുന്ന വലിയൊരു വഴിയാണ്, റോഡാണ്. അങ്ങനെ അരമണിക്കൂറോളം ഞാൻ റോഡിൽ തന്നെ വണ്ടിയിൽ ചിലവഴിച്ച് വീണ്ടും വീട്ടിലേക്ക് പോയി. വീണ്ടും ഇങ്ങനെ സംഭവിച്ചു. പിന്നെ എനിക്ക് വീട്ടിലേക്ക് നടക്കാൻ പറ്റത്തില്ല, കാഴ്ച പൂർണ്ണമായിട്ടും പോയി. പക്ഷേ ഞാൻ ഇരുന്ന് നിരങ്ങി. കാരണം നമ്മുടെ പറമ്പെന്ന് കുറേ കഴിഞ്ഞ് പിന്നെ റബ്ബറും തോട്ടമൊക്കെയാണ്. അങ്ങനെ എനിക്കറിയാം, കൃത്യമായിട്ട് അറിയാം, കണ്ണടച്ചാലും അറിയാം എവിടെയൊക്കെയാണ് മരങ്ങളെന്നൊക്കെ അറിയാം. അങ്ങനെ ഞാൻ നടന്ന് വീട്ടിലെത്തി. വീട്ടിലാരുമില്ല. ഞാൻ വൈകുന്നേരത്ത് 4:30-5 മണിയോടുകൂടി എൻ്റെ ഇളയ മകൻ വന്നു. എന്നെ തട്ടി ഉണർത്തുമ്പോൾ ഞാൻ തറയിൽ ഇങ്ങനെ കിടക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് വെച്ച് എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ഉണർന്നപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഞാൻ പോയി മുഖമൊക്കെ കഴുകി വൃത്തിയായിട്ട് വന്നിട്ട് പറഞ്ഞു ഇവനൊരു വണ്ടി വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ എന്ത് വണ്ടി വേണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞൊരു ഓട്ടോറിക്ഷ മതി, തൊട്ടടുത്ത് ഹോസ്പിറ്റലിൽ പോകാനല്ലയോ എന്ന് പറഞ്ഞു. ഇവനൊരു ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് വന്നു. ഞാൻ വണ്ടിയിൽ കയറി തൊട്ടടുത്ത് ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൻ്റെ അടുത്തെത്തിയപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു വേണ്ട, കുറച്ചും കൂടെ അപ്പുറത്ത് പോകാമെന്ന്. അങ്ങനെ പോയി ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെത്തി കഴിഞ്ഞ് ഡോക്ടർ ചോദിച്ചു എന്ത് പറ്റിയതാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് കാഴ്ചയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കാഴ്ച പരിശോധിക്കുന്നതിന് വേണ്ടി അതിന് മുമ്പ് അദ്ദേഹം എൻ്റെ പൾസ് ഒന്ന് പരിശോധിച്ചു. പൾസ് റേറ്റ് പരിശോധിച്ചപ്പം ഏതാണ്ട് 10 താഴെയായി. അപ്പോഴത്തേനും ഞാൻ ബോധം കെട്ടുപോയി. സ്ട്രെച്ചറിൽ കിടത്തി. പിന്നെ ഞാൻ കാണുന്നത്, ചെറിയ ഓർമ്മയിൽ കാണുന്നത്, ICUയിൽ കൊണ്ടുവന്നതാണ്. 3ൻ്റെ അന്ന് ബോധം തെളിഞ്ഞ് 21 ദിവസം മെഡിക്കൽ കോളേജിൽ ചികിത്സ കഴിഞ്ഞ് വീട്ടിൽ വരുന്നു. അപ്പോൾ പിന്നീട് ഭാര്യ പുറത്താണ്. ഭാര്യ അറിഞ്ഞിട്ടില്ല, വീട്ടിൽ മറ്റാരും അറിഞ്ഞിട്ടില്ല, അമ്മ അറിഞ്ഞിട്ടില്ല. എനിക്ക് എൻ്റെ ഇളയ പുത്രന് മാത്രമേ ഈ ഒരു സംഭവം അറിയാവൂ. ഞാൻ പറഞ്ഞു ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 21 ദിവസം കഴിഞ്ഞിട്ട് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു 3 ദിവസം കഴിഞ്ഞിട്ട് തിരികെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് തിരികെ ചെല്ലുന്ന സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു നീ തിരുവനന്തപുരം വരണമെന്ന് പറഞ്ഞു. വൈകിട്ട് 8:30 വിളിക്കുന്നു. എൻ്റെ അടുത്ത് വെച്ച് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, തിരുവനന്തപുരം വരാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരത്തി പിറ്റേന്ന് 11:30 മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് വരുന്നു. ഡോക്ടറെ കാണുമ്പോഴാണ് അറിയുന്നത് എനിക്ക് ഹാർട്ട് സംബന്ധത്തിന് 3 അറ്റാക്ക് അന്നേരം ആ ടൈമിലുണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ആദ്യം വാഹനം ഓടിക്കുമ്പം സാധാരണ നമുക്ക് അറ്റാക്ക് വരുമ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ ഒരു ഷെവറിങ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഒരു 700 പോയിൻ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ തട്ടിപ്പോവും, അല്ലെങ്കിൽ ഒരു സൈഡ് തളർന്നു പോകും. എനിക്ക് രേഖപ്പെടുത്തിയേക്കുന്നത് 1324. അതായത് വൈദ്യശാസ്ത്രത്തിൽ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരിക്കത്തേ ഇല്ല. ഞാൻ അമ്മയോട് ആവശ്യപ്പെട്ടത് മരണമാണ്, അമ്മ മരണവും തന്നു. അങ്ങനെയാണ് 3ൻ്റെ അന്ന് രാത്രിയിൽ ഞാൻ സ്വപ്നം കാണുകയാണ്. അമ്മ എൻ്റെ അടുത്ത് നിൽക്കുന്നു.
എന്നോട് ചോദിച്ചു, നീ വരുന്നില്ലയോ എന്ന് ചോദിച്ചു. ഞാനിങ്ങനെ തപ്പി മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ രാത്രി 3 മണിയാണ്. ഞാൻ ആ പ്രാർത്ഥിക്കുന്ന ടൈമാണ്. അതിൻ്റെ പിറ്റേ ദിവസം എനിക്കറിയത്തില്ല, ഈ പള്ളി അറിയത്തില്ല. ഞാൻ 2-3 പേരെടുത്ത് ചോദിച്ചപ്പോൾ അവരൊക്കെ പല പള്ളികളാണ് പറയുന്നത്. അങ്ങനെ സ്റ്റാൻഡിൽ വരുമ്പം ഞാൻ കണ്ടക്ടർ ചോദിച്ചു, സാറേ ഈ ബസ് പള്ളിയിൽ പോകുന്നതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, കൃപാസനാണോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ പറഞ്ഞു അതേന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വരുന്നു. ഇവിടെ വന്ന് അറിഞ്ഞു പോകാൻ വന്ന ഞാൻ അവസാനം ഉടമ്പടി എടുക്കുക. ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോകുമ്പം വളരെ വൈകി. എനിക്ക് വണ്ടിയില്ല. അപ്പോൾ പണ്ട് 7:20 കഴിഞ്ഞാൽ കായംകുളത്തൊന്നും വണ്ടിയില്ല. അപ്പം ഞാൻ കായംകുളത്ത് എത്തിയപ്പോഴത്തേനാണ്ട് 8:45. വണ്ടിയില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ വിഷമിക്കുക. അപ്പോൾ അവിടെ എവിടെയെങ്കിലും ഇനി റൂം എടുത്തേ പറ്റൂ. എനിക്കാണെങ്കിൽ ഞാൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് നിൽക്കുന്ന സമയം ചെയ്തിട്ട് 3 ദിവസമേ കഴിഞ്ഞുള്ളൂ. യാത്ര ചെയ്യാൻ പറ്റത്തില്ല, പുറത്തിറങ്ങാനോ മറ്റൊരാളുടെ സഹായം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനാണ് അത്രയും ദൂരം ഇവിടെ വരുന്നത്. അത് കഴിഞ്ഞ് അപ്പോൾ ഒരു ബസ് കിടക്കുന്നു. ഞാൻ ആ ബസ്സിൻ്റെ അടുത്ത് നോക്കിയപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വണ്ടിയാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഡ്രൈവറോട് ചോദിച്ചു, സാറേ ഇപ്പോൾ വണ്ടി ഉണ്ടോ എന്ന് വെച്ചാൽ ഇതൊരു സ്പെഷ്യൽ വണ്ടിയാണെന്ന് പറഞ്ഞു. ആ വണ്ടി കയറി. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് അവിടുന്ന് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 350 രൂപയുടെ ഓട്ടം ഉണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകാൻ. അപ്പം ഞാനൊരു പയ്യനെ, എനിക്ക് സ്ഥിരം ഓടുന്നൊരു പയ്യനെ ഞാനിങ്ങനെ മനസ്സിലോർത്ത് തീർച്ചയായിട്ടും ഞാൻ സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ ഇവൻ സ്റ്റാൻഡിൽ എന്നെ കാത്തു നിൽപ്പുണ്ട്. ഇവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, അണ്ണാ വരുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വരാം. ഇവൻ എന്നെ വീട്ടിൽ കൊണ്ടാക്കുക. എൻ്റെ ആദ്യ അനുഭവം അങ്ങനെയാണ്, അമ്മയായിട്ടുള്ളൊരു അനുഭവം. അത് കഴിഞ്ഞ് എനിക്കുണ്ടായ ഒരുപാട് അനുഭവങ്ങളുണ്ട് എൻ്റെ മക്കളെ സംബന്ധിച്ച്. ഞാനിവിടെ ഉടമ്പടി വെച്ചത് പിന്നീട് ഇപ്പോഴും ഞാൻ എൻ്റെ ആയുസ് നീട്ടിക്കിട്ടാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിട്ടേ ഇല്ല, അത് പ്രാർത്ഥിക്കുകയില്ല. ഇന്ന് പോയിട്ട് മരിച്ചാലും ഞാൻ സന്തോഷത്തോട് മരിക്കുമെന്നുള്ളതാണ്. കാരണം എനിക്ക് ബാധ്യതകളില്ല, എനിക്ക് തരാനുള്ളവരേ ഉള്ളൂ, ഞാൻ ആർക്കും ഒന്നും കൊടുക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഉടമ്പടിയിൽ ഇപ്പോൾ ഇവിടെ വരാനും കാരണം, ഈ വേദിയിൽ കയറാനും കാരണം എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ സഹോദരിക്ക് വേണ്ടിയാണ്. കാരണം ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഈ അടുത്ത സമയത്ത് നടന്ന തിരഞ്ഞെടുപ്പ്, ഇപ്പം നാളെ സത്യപ്രതിജ്ഞ നടക്കുക. എൻ്റെ തൊട്ടടുത്ത വാർഡിൽ 54, ഇപ്പോൾ 55-ാമത്തെ വർഷമായി. 55 വർഷമായിട്ട് അവിടെ എനിക്കെതിരായി, ഞാനൊരു രാഷ്ട്രീയ, അത് ഞാൻ പറയുന്നില്ല, എനിക്ക് വിരുദ്ധമായി നിൽക്കുന്ന അല്ലെങ്കിൽ എതിരായി നിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചിട്ടില്ല. 54, ഇപ്പോൾ 55-ാമത്തെ വർഷം ജയിച്ചിട്ടേ ഇല്ല, എൻ്റെ പാർട്ടി ജയിച്ചിട്ടില്ല. അങ്ങനെ പാർട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ പറഞ്ഞു. ഞാനൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തി, 3 സ്ഥാനാർത്ഥിയെ കണ്ടെത്തി. 3 പേരും വ്യത്യസ്തരായ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ളവരെ കണ്ടെത്തി. അത് കഴിഞ്ഞ് ഞാൻ അമ്മയോട് ചോദിച്ചു, ഞാനിപ്പം പൈസ ഏൽപ്പിക്കുന്നത് അമ്മയാണ്. ഞാൻ 1 രൂപയാണെങ്കിലും 10,000 ആണെങ്കിലും ഇനി 1 ലക്ഷം ആയാലും ഇപ്പം ഞാൻ ഏൽപ്പിക്കുന്ന അമ്മയായിരിക്കും. അതെങ്ങനെ ഏൽപ്പിക്കുമെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലൊരു ബൈബിളുണ്ട്, ആ ബൈബിളിൽ വയ്ക്കും. ആ പൈസ കൃത്യമായിട്ട് ഇപ്പോൾ എനിക്ക് ചിലവഴിക്കാൻ പറ്റും. എന്തിന് വേണമെന്ന് വെച്ചാൽ അത് മാത്രമേ എടുക്കും. ഇപ്പം ഞാൻ വരാൻ നേരത്തും കുറച്ച് പൈസ എടുത്തപ്പോൾ എന്നോട് പറയുക കുറച്ച് പൈസ അവിടെ വെക്കെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ച് അവിടെ വെച്ച് എൻ്റെ ആ പൈസ കറക്റ്റ് ചിലവാകും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് സ്ഥാനാർത്ഥി എടുത്തു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ ഒരു സ്ഥാനാർത്ഥി അമ്മ കണ്ടെത്താൻ പറഞ്ഞു. 3-ൻ്റെ അന്ന് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വീണ്ടും ഞാൻ ചെല്ലുന്നു. അപ്പം ഇദ്ദേഹം പറഞ്ഞു ശരി ഓക്കെ പറഞ്ഞു. അങ്ങനെ ആ സ്ഥാനാർത്ഥി ജയിക്കാത്ത ഒരു വാർഡിൽ ആ സ്ഥാനാർത്ഥി നിർത്തുന്നതാവും. കെട്ടിവെച്ച പൈസയ്ക്ക് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു വാർഡാണ്. സ്ഥാനാർത്ഥിയെ വെച്ചു, പ്രവർത്തനം നടത്തി. ഞാൻ തന്നെ അതിൻ്റെ ചുമതല ഏറ്റെടുത്തു. 10-28 ദിവസം തുടർച്ചയായി പ്രവർത്തനം നടത്തി. അപ്പം എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയൊരു സംഭവം, ഇവിടുന്ന് നമ്മുടെ ഉപ്പും തൈലം തരും. അതിൻ്റെ ഉപയോഗത്തെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഞാൻ പരീക്ഷണം നടത്തുന്ന. അപ്പോഴാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി. ഇതൊക്കെ പറയാൻ കൊള്ളാവോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും അമ്മയുടെ മുന്നിൽ നിന്ന് പറയുന്നതിലൊരു തെറ്റും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനിത് ഈ വാട്ടർ മെഷീന് സമീപത്ത് അതിട്ടു. അതുപോലെ തന്നെ തൈലം മെഷീനിൽ പൂശി ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ ഏൽപ്പിക്കുക, സ്ഥാനാർത്ഥിയെ ഏൽപ്പിച്ചു, ഇനി എൻ്റെ അഭിമാനം അമ്മ സംരക്ഷിക്കണമെന്ന് പറഞ്ഞു. ഇലക്ഷൻ നടന്നു. ഞാൻ ബൂത്തിൽ തന്നെ ഇരുന്നു. ഏതാണ്ട് ഒരാൾ മാത്രമേ ഞാൻ കൊടുത്ത സ്ലിപ്പും കൊണ്ട് വോട്ട് ചെയ്യാൻ വന്നുള്ളൂ. നമുക്ക് ഏറ്റവും ദുർഘടമായൊരു മാനസികാവസ്ഥയിലൂടെ അന്നേരം പോകുക. ഒരാൾ മാത്രം. ഞാൻ രാവിലെ 4 മണിക്ക് കയറി പെട്ടി ഇതിൻ്റെ മെഷീനെല്ലാം ചെക്ക് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്തിട്ട് പിന്നെ പുറത്ത് പോയില്ല. വൈകിട്ട് 4:30 പുറത്തിറങ്ങുന്നത് വരെ ഒരാൾ മാത്രം ഞാൻ കൊടുത്ത സ്ലിപ്പും കൊണ്ട് വോട്ട് ചെയ്യാൻ വന്നു. വേറെ ആരും വന്നില്ല. വേറെ വന്നവർ മുഴുവൻ എതിർ സ്ഥാനാർത്ഥിയുടെ സ്ലിപ്പുമായിട്ട് മാത്രമാണ് വരുന്നത്. അപ്പം നമ്മുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും? അപ്പോഴും എൻ്റെ മനസ്സിൽ ഇപ്പം ഞാൻ അവിടെ ഇരുന്ന് എന്നെ കൂട്ടി, അവിടെ ഇരുന്ന് ഞാനിങ്ങനെ വോട്ട് കൂട്ടി കഴിഞ്ഞിട്ട് അമ്മേ ഞാൻ അവിടെ വരും, ആ കുട്ടിയെയും കൊണ്ട് അവിടെ വരും, അത് ഓർമ്മ വെച്ചോണേ, എത്ര ഇങ്ങനെ പറഞ്ഞു. ഞാൻ കാര്യം പറയുന്ന പോലെ പറഞ്ഞു. പോയി എൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചു. എൻ്റെ സ്ഥാനാർത്ഥിയെ കൊണ്ട് ഞാൻ ഇന്ന് വന്നു. ഇതാണ് എനിക്ക് അമ്മയെക്കുറിച്ച് പറയാനുള്ള ഒരു വലിയ കാര്യം. ഈ ഒരു ഉടമ്പടി, ഈ ഒരു സാക്ഷി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.
രാഷ്ട്രീയക്കാരെല്ലാം അടവുകാരാ, എന്ത് ചെയ്താലും അവർ പുറത്ത് പറയത്തില്ലല്ലോ. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പം ഗാന്ധി ഭവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം അറിയാമല്ലോ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഒരു രീതി മനസ്സിലായി കാണും. മറ്റൊന്ന്, ഞാൻ ടൗണിലെത്തിയാൽ ആരെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ടോ ഇല്ല ഞാൻ ശ്രദ്ധിക്കും. ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ വിളിച്ച് അവർക്ക് ഭക്ഷണം വാങ്ങി കൊടുത്തതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. ഇതൊക്കെ പുറത്ത് ആദ്യമായിട്ടാണ് പറയുന്നത്, ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. പിന്നെ എൻ്റെ ദിവസത്തെ അധ്വാനത്തിൽ നിന്ന് 1 രൂപ കൃത്യം ഞാൻ മാറ്റിവെക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കൂടി കഴിയുമ്പം ഒരു തുകയാവും, എന്തെങ്കിലും ഒരു 10, 500, 300, 600 ഒക്കെ ആകുമ്പം അത് ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുക്കുന്നത് ശീലം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും പൈസ അങ്ങനെ സ്വരൂപിച്ച് വെക്കുന്ന ഒരാളാണ്. മറ്റൊന്ന്, പത്രം തന്നാലേ ഞാൻ ഈ പത്രം എൻ്റെ പേരും എന്തിനു വേണ്ടി ഞാൻ കൊടുക്കുന്നു എന്ന് കൂടി പത്രത്തിൻ്റെ തലക്കെട്ടിൽ എഴുതും, മേളിൽ എഴുതി വയ്ക്കും. എൻ്റെ പേരെഴുതും, ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ പത്രം കൊടുക്കുന്നതെന്ന് എഴുതിയിട്ട് ഈ പത്രം SAT ആശുപത്രിയിലാണ് കൂടുതലും കൊടുക്കാറുള്ളത്. എനിക്ക് ഈ ഒരു വിശ്വാസം എൻ്റെ മരണകാലം വരെയും ഇങ്ങനെ തുടരാനാണ് എനിക്ക് ഇഷ്ടവും. അതാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഈ ഈശോയുടെ അമ്മയോടും ചേർന്ന് പോകാനാണ് എനിക്കിഷ്ടം. ഞാൻ 3 മണിക്ക് എല്ലാ ദിവസവും ഇപ്പോൾ തനിച്ച് ഉണരും, വെളുപ്പിലെ 3 മണിക്ക് ഉണരും, 4:30 വരെ പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് ഒരു ദിവസമെങ്കിലും ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്യുന്നൊരു ശീലം എനിക്കുണ്ട്. അതൊന്നും പറയരുതെന്ന് ഞാൻ ആഗ്രഹിച്ച, പക്ഷേ പറയേണ്ടതായിട്ടുള്ളതുകൊണ്ട് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. എന്നെ തുടർന്ന് ഇങ്ങനെ തന്നെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അമ്മ എന്നെ അനുവദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ഇവിടെ ഈ സാക്ഷ്യം പറയാൻ ഇവിടെ അനുവദിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി, പ്രണാമം. ഇതാ ഞാൻ വാതിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. വെളിപാട് പുസ്തകത്തിൽ 3-ാം അധ്യായം 20-ാം വചനമാണ് നാം കേട്ടത്. ഈശോയുടെ സ്നേഹത്തോടെയുള്ള ആ വിളി നമ്മുടെ ഓരോരുത്തരുടെയും വാതിൽ മുട്ടിയാണ് ഈശോ നമുക്കായി കാത്തിരിക്കുന്നത്. ഹൃദയം തുറന്നു കൊടുക്കുന്നവർക്ക് അവരുമായി ആഴമായ ആത്മീയ ബന്ധം ചെയ്യുവാനായിട്ടാണ് ഈശോ നമുക്കായി കാത്തിരിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോരുത്തർക്കും ഒരു വലിയൊരു ദൈവാനുഭവമാണ്. ദൈവത്തിൻ്റെ ശബ്ദം ശ്രവിക്കുന്നവർക്ക്, ദൈവവചനത്തിലൂടെ ജീവിക്കുന്നവർക്ക് ആത്മീയമായ പ്രചോദനവും വിശ്വാസത്തോടെയുള്ള ഒരു ജീവിതവുമാണ് ഈശോ നമുക്ക് നൽകുന്നത്. ചന്ദ്രകുമാർ എന്ന മകൻ, ചന്ദ്രബാബു എന്ന മകൻ നമ്മളോട് ഷെയർ ചെയ്ത സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ മകൻ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കുവാനല്ല നമ്മളെ ദൈവം പഠിപ്പിച്ചത്. ദൈവം നമുക്ക് ജീവൻ നല്ലൊരു ദാനമായിട്ട്, ഒരു ഗിഫ്റ്റായിട്ടാണ് ദൈവം തന്നിരിക്കുന്നത്. അത് തിരിച്ചെടുക്കുകയോ തരികയോ ചെയ്യുന്നത് ആ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അത് എന്തെങ്കിലും വിനിയോഗിക്കാനായിട്ട് നല്ല രീതിയിൽ വിനിയോഗിച്ച് ജീവിതം നയിക്കുവാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. പക്ഷേ സാഹചര്യം വന്നപ്പോൾ ഉടമ്പടിയിലല്ലായിരുന്നു ആ മകൻ. അന്നേരം ആ മകൻ ഇങ്ങനെ ഒന്ന് ആഗ്രഹിച്ചു പോയി, എങ്ങനെയെങ്കിലും ഈ കടത്തിൽ നിന്ന്, അതായത് മറ്റുള്ളവർ തരുവാനുള്ള കാശ്, ലക്ഷങ്ങളുടെ കാശാണ്, അത് തിരിച്ചു കിട്ടാതായപ്പോഴാണ് ആ മകൻ അങ്ങനെ ഒരു പ്രാർത്ഥിക്കേണ്ടി വന്നത്. അങ്ങനെ ആരും പ്രാർത്ഥിക്കരുതെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എന്നാലും ആ പ്രാർത്ഥനയും ഈശോയും മാതാവും കേട്ടു. ആ മകൻ്റെ കൂടെ നിന്ന് കണ്ണിനൊരു മങ്ങൽ പോലെ തന്നത് നമ്മുടെ പഴയ നിയമത്തിൽ നമ്മൾ പലപ്പോഴും കാണാവുന്നതാണ്. സാറ മകനെ പുത്രനെ ജനിക്കുമെന്ന് പറഞ്ഞപ്പോഴും കണ്ണ് കാണാതെ വന്ന സ്റ്റോറി നമുക്കറിയാവുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈ മകൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി. അത് 3 അറ്റാക്കായിട്ടാണ് വന്നത്. ഒന്ന് മരിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ സമീപത്ത് നിൽക്കുന്നത് ഇപ്പോൾ. മാതാവിൻ്റെ ഒരു ചോദ്യമാണ്, നീ വരുന്നില്ലയോ എന്ന്. എങ്ങോട്ടാണ്, എവിടേക്കാണെന്നൊന്നുമല്ല. അമ്മ ഒന്ന് ചോദിച്ചാൽ, അമ്മയൊന്ന് സ്നേഹിച്ചാൽ അത് സ്നേഹം നമുക്ക് നിരസിക്കാനാവില്ല. ഈ മകൻ ആ ശബ്ദം കേട്ടപാടെ 3 മണിക്ക് എഴുന്നേറ്റ്, എവിടെയാണ് ഈ അമ്മ, എവിടെയാണ് ഈ പള്ളി? കൃപാസന അമ്മയുടെ അരികിലേക്ക് പോകാനുള്ള വഴി ചോദിച്ച് വന്നപ്പോൾ, പള്ളിയിലേക്കുള്ള വഴി ചോദിച്ചപ്പോൾ കണ്ടക്ടറാണ് ചോദിച്ചത് കൃപാസനത്തിലേക്കാണോ എന്ന്. അമ്മയ്ക്ക് വേണ്ടവരെ അമ്മ വിളിക്കും. ഈശോ ഇഷ്ടപ്പെടുന്നവരെ ഈശോ എങ്ങനെയെങ്കിലും അമ്മ ഈശോയുടെ സന്നിധിയിലേക്ക്, ഈ കൃപാസന സന്നിധിയിലേക്ക് ഇവിടെ എത്തിക്കും. അങ്ങനെയാണ് ഈ മകൻ ഇവിടെ വന്നത്. ആ സ്വപ്നത്തിലൂടെ നീ വരുന്നില്ലയോ എന്ന ഒരു ശബ്ദം മാത്രം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ
ഈശോയും അമ്മയും നമ്മുടെ അമ്മയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കി തരുന്ന പല സാഹചര്യങ്ങളിൽ കൂടിയാണ്. ഈ മകന് ഇതുപോലെ തന്നെയാണ്. ഈ സാഹചര്യത്തിൽ അഗാധമായ ഈശോയുടെ സ്നേഹം അടുത്തറിഞ്ഞ ആ സമയമാണ് ഒരു സ്വപ്നമായിട്ട് അമ്മ ഈ മകൻ്റെ അരികിൽ വന്നത്. അന്ന് മുതലാണ് ഈ മകൻ ഉടമ്പടി ജീവിതത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കുവാൻ ആരംഭിച്ചത്. പിന്നീടുള്ള ഈ മകൻ്റെ പ്രാർത്ഥന 54 വർഷം ഒരു പാർട്ടിയായിരുന്നു ആ വാർഡിൽ ജയിച്ചുകൊണ്ടിരുന്നത്. അസാധ്യമായ ഒരു കാര്യമാണെന്നും അറിയാം. കാരണം ഇത്രയും വർഷം കഴിഞ്ഞിട്ട് പാർട്ടി വേറൊന്ന് മാറ്റാനായിട്ട് അത് വളരെ പ്രയാസകരമായ ഒരു ഇറ്റ്സ് നോട്ട് പോസിബിൾ, അസാധ്യമായ ഒരു കാര്യമാണ്. ഈ മകൻ അതാണ് നിയോഗമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയും ആ മകൻ പറഞ്ഞതുപോലെ ജയിച്ചു കഴിയുമ്പോൾ സ്ഥാനാർത്ഥിയുമായിട്ട് ഞാൻ അമ്മയുടെ സന്നിധിയിൽ വന്ന് നന്ദി പറയുമെന്നാണ് ഈ മകൻ പ്രാർത്ഥിച്ചത്. അതുപോലെ തന്നെ ഈ മകൻ ഇന്ന് വന്നിരിക്കുന്നത് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാനാണ്. 54 വർഷത്തിന് ശേഷമാണ് അവിടെ ആ പാർട്ടി മാറുന്നത്. ഇത് അസാധ്യമായൊരു കാര്യമാണ്. സമയചുരുക്കത്തിൻ്റെ അമ്മ അസാധ്യമാണെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളാണ് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. നമ്മളുടെ ഓരോ പ്രാർത്ഥനകളും ഈശോയിൽ നിന്ന് മേടിച്ച് ചോദിച്ചു തരുന്ന ഒരമ്മയാണ്. ഈശോ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുന്നതാണ്. നമുക്ക് നമ്മുടെ ഓരോ കാര്യങ്ങളും അസാധ്യമാണെന്ന് കരുതുന്ന കാര്യങ്ങൾ സമയചുരുക്കത്തിൻ്റെ അമ്മയോട് പറയാം. അമ്മ എല്ലാ കാര്യങ്ങളും ഈശോയുടെ അടുക്കിലേക്ക് കൊണ്ടുപോകുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് വിശ്വസ്തയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ മകനുണ്ടായിരുന്ന വിശ്വാസമാണ് ഓരോ പ്രാവശ്യത്തിലും മകൻ യാത്ര ചെയ്തപ്പോഴും പല വ്യക്തികളിൽ കൂടെ വണ്ടിയുടെ ബുദ്ധിമുട്ട് വന്നപ്പോഴും പല വ്യക്തികളിൽ കൂടെയാണ് ഈശോയുടെ സാന്നിധ്യം ഈ മകന് മനസ്സിലാക്കി കൊടുക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തിലും ഓരോ പ്രാവശ്യവും നമ്മൾ വിഷമസന്ധിതിയിലാവുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈശോയുടെ അമ്മയുടെ സാന്നിധ്യം മനസ്സിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ മകന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് പോൾ പള്ളിക്കൽ, ഇതെൻ്റെ ഭാര്യ സിജിമോൾ. ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഇവിടെ വരാൻ കഴിഞ്ഞത്, ഈ പുണ്യഭൂമിയിൽ ഒരിക്കൽ കൂടെ കാല് ചവിട്ടാനും അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സന്നിധിയിൽ നിന്ന് സാക്ഷ്യപ്പെടുത്താനും കഴിയുന്നത് ഒരനുഗ്രഹമായിട്ട് കരുതുകയാണ്. ഒരുപാട് നന്ദി. ആദ്യമായിട്ട് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് വരുമ്പോഴാണ്. ഇവിടെ 2019 എൻ്റെ ഫാദർ മരിച്ചപ്പം ഞാൻ ഒറ്റയ്ക്ക് നാട്ടിൽ വന്നു. അന്നെനിക്ക് ടെമ്പററി ആയിട്ടൊരു ജോലി കിട്ടിയത്. ഒരുപാട് കാലത്തെ ശേഷമാണ് ആ ജോലി കിട്ടുന്നത്. അപ്പം ഞാൻ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മോൻ കൃപാസനം വരെ ഒന്ന് പോകണം. ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടില്ല, എനിക്കൊന്നും അറിയത്തുമില്ല. അപ്പോൾ ഇവിടെ വരെ വന്ന് തിരിച്ചു പോകാം എന്ന് കരുതിയാണ് ഇവിടെ വന്നതെന്ന്. പക്ഷെ ഇവിടെ വന്നപ്പോൾ യാദൃശ്ചികമെന്ന് പറയട്ടെ, എനിക്ക് തന്നെ തോന്നി ഒരു ഉടമ്പടി എടുക്കാമെന്ന്. ഒരുപാട് ആളുകൾ നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാനും ഒരു ഉടമ്പടി എടുത്തു, തിരികെ പോയി. അന്ന് ആ ജോലി എനിക്ക് കിട്ടി. ആ ജോലി കിട്ടി എന്ന് മാത്രമല്ല, അന്ന് ഉടമ്പടി എടുത്തത് കൊണ്ടാണ് എനിക്കത് കിട്ടിയെന്ന് പൂർണ്ണമായിട്ട് വിശ്വാസമുണ്ട്. അത് സ്റ്റേറ്റിൻ്റെ ഒരു ജോലിയായിരുന്നു. ആ ജോലിയാണ് ഞാൻ ഇന്നും തുടരുന്നത്. അമ്മയുടെ മാധ്യസ്ഥത്താൽ, തിരുക്കുമാരൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് ആ ജോലിയിൽ പ്രൊമോഷനും കിട്ടി. അതിനുശേഷം ഞങ്ങൾക്ക് ഒരുപാട് ബ്ലെസ്സിങ്സ് കിട്ടിയിട്ടുണ്ട് ഈ ഉടമ്പടി എടുത്തതിലൂടെ. ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ് ഞങ്ങളിവിടെ പറയുന്നത്. 2023 ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ വീണ്ടും അതിനുശേഷവും ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിലേറ്റവും വലുത്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിയാവുന്നവർക്കറിയാം, ഈശ്വരവിശ്വാസം ഇല്ലാതിരുന്ന ഒരാളായിരുന്നു. പള്ളിയിൽ പോകൽ വളരെ കുറവായിരുന്നു. പ്രാർത്ഥിക്കുന്നതോ ബൈബിൾ വായിക്കുന്ന ഒരു അലർജി ആയിട്ട് കണ്ടിരുന്ന ആളാണ്. പക്ഷേ ഈ ഉടമ്പടി എടുത്തിട്ട് എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹം കിട്ടിയത്, വീട്ടിൽ സന്ധ്യപ്രാർത്ഥന ഞങ്ങൾ ഒരുമിച്ച് കുടുംബത്തോടെ ഇരുന്ന് ചെല്ലാനുള്ള ഒരു കൃപ അമ്മ മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ ദൈവത്തിൽ നിന്ന് കിട്ടി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബൈബിൾ വായിക്കാനും അത് കൂടുതൽ കൂടുതൽ വായിക്കാനും ഒരു ആഗ്രഹം ഉള്ളിൽ ജനിച്ചതും ഈ ഉടമ്പടി എടുത്തതാണ്. അതിൽ ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം അമ്മയുടെ മാധ്യസ്ഥത്തിൽ നിന്ന് കിട്ടിയതാണ്. ഒരുപാട് മറ്റുള്ള ഒരുപാട് അനുഗ്രഹങ്ങളും കിട്ടിയിട്ടുണ്ട്. അതിൽ ഒന്നാണ്, ഞങ്ങൾ അമേരിക്കയിലെ ഫ്ലോറിഡ എന്നുള്ളൊരു സ്ഥലത്താണ് ഞങ്ങൾ വരുന്നത്. ഞങ്ങളുടെ 2 കുട്ടികളുണ്ട്, അവരിവിടെ ഇരിപ്പുണ്ട്.
അപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു മലയാളം കുർബാന കാണണമെന്നും അവരെ ആ കുർബാനയിൽ പങ്കെടുപ്പിക്കണം, അവിടുത്തെ കാറ്റഗിസം, അവിടുത്തെ മലയാളി കുട്ടികളായിട്ട് ഒന്ന് ഇടപഴകാനുള്ളൊരു അവസരം കിട്ടണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ താമസിക്കുന്നതിൽ നിന്ന് ഒത്തിരി ദൂരമുണ്ട് അവിടേക്ക് പോകാൻ. പക്ഷെ അതുമാത്രമല്ല, വേറൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇവളുടെ ജോലി വീക്കെൻഡിലാണ്, സാറ്റർഡേ സൺഡേ. അപ്പോൾ ഒരിക്കലും ഈ കൊച്ചുങ്ങളെ കൊണ്ട് എനിക്ക് തന്നെ അത്രയും ദൂരം പോയി വരാനും ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അത് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും ഒന്നും പറയാതിരിക്കാൻ പറ്റില്ല, എൻ്റെ ഭാര്യയാണ് അത് ഏറ്റവും കൂടുതൽ അതിനെ ഊർജ്ജസ്വലമായിട്ട് അവൾ എടുത്തില്ലെങ്കിലും അതിനെ പാലിക്കാൻ ശ്രദ്ധ ചെലുത്തിയതും എനിക്കൊരു എന്താ പറയുക, ഒരു എൻകറേജ്മെൻറ്റ് എപ്പോഴും കിട്ടിയത് അവളിൽ നിന്നാണ്. അപ്പോൾ ഈ അച്ഛൻ 2025 ജൂൺ മാസം 11 ഫിലഡൽഫിയയിൽ വന്നു. ഇപ്പം ഞങ്ങൾ ഫ്ലോറിഡയിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടുന്ന് 18 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. പക്ഷെ എന്തായാലും ഞങ്ങൾ തീരുമാനിച്ചു ഇന്ന് അച്ഛനെ ഒന്ന് കണ്ടേക്കാം, അച്ഛനെ കാണണം എന്നൊരു അദമ്യമായ ആഗ്രഹം. അപ്പോൾ ഞങ്ങൾ അതിൽ വെച്ച ആ ഉടമ്പടിയിൽ വെച്ചൊരു കാര്യമാണ് ഞങ്ങൾക്കൊരു കുർബാന കാണണം മലയാളം, ഞങ്ങളുടെ കൊച്ചുങ്ങളെയും അതിൽ പങ്കെടുപ്പിക്കണം. അപ്പോൾ അതിനൊരു വഴി തുറന്നു തരണമെന്നായിരുന്നു. പ്രത്യേകിച്ച് അവൾക്കൊരു ജോലി മാറ്റം ആവശ്യമായിരുന്നു. അവളിപ്പോൾ നിലവിൽ ചെയ്ത് വർഷങ്ങളായിട്ട് അവളുടെ ഒരു ആഗ്രഹമാണ് വേറൊരു ജോലിയിലേക്ക് കയറണമെന്നുള്ളത്. അപ്പോൾ അവളത് ആ ഉടമ്പടിയിൽ വെച്ചു. ദൈവകൃപയാലെ ആ ഉടമ്പടി വെച്ച് അച്ഛൻ്റെ അനുഗ്രഹം മേടിച്ചിട്ട് വന്ന ഉടനെ തന്നെ അവൾക്ക് ആ ജോലി മാറ്റം കിട്ടുകയും ഞങ്ങൾക്ക് വീക്കെൻഡിൽ ജോലി ചെയ്യേണ്ടാത്തൊരവസ്ഥ ഉണ്ടാവുകയും ഈ പിള്ളേരെ കൊണ്ട് ഞങ്ങൾക്ക് അത്രയും ദൂരം ഉണ്ടെങ്കിലും പോയി അവരെ കാറ്റഗിസത്തിനും ആ മലയാളം കുർബാന കാണാനും കാറ്റഗിസത്തിന് ചേർക്കാനും പറ്റി. അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും ഞങ്ങൾ പല പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തിട്ടും കിട്ടാതിരുന്ന മറ്റൊരു കാര്യമാണ് ഒരു മലയാളം കുർബാന ഞങ്ങളുടെ വീടിൻ്റെ അടുത്തേക്ക് തന്നെ മാസത്തിലൊരിക്കൽ വരാനും ഒരു അനുഗ്രഹം കിട്ടി. അത് പെട്ടെന്നുള്ളൊരു തീരുമാനത്തിലൂടെ അങ്ങനെ ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു മലയാളം കുർബാന ഞങ്ങളുടെ വീടിനടുത്ത് തന്നെ കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് വീക്കെൻഡിൽ കുട്ടികളെ കൊണ്ട് പോയി അവിടെ പോയി മലയാളം കുർബാന കാണാനും കാറ്റഗിസത്തിൽ പങ്കെടുപ്പിക്കാനും കഴിയുന്നുണ്ട്. ആ ജോലി കിട്ടിയ കാര്യങ്ങളെല്ലാം എൻ്റെ ഭാര്യ കൂടുതലായിട്ട് പറയും, ഞാൻ അവൾക്ക് കൊടുക്കാം. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാനും കോടാനുകോടി നന്ദി പറയുന്നു. ആദ്യം ഞാൻ USA 20 വർഷമായിട്ട് റീഹാബിലാണ് ജോലി ചെയ്യുന്നത്. അവിടുന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമാണ് സൺഡേകളിൽ അവധിയെടുത്ത് കുഞ്ഞുങ്ങളുടെ കൂടെ പള്ളിയിൽ പോകണം. കാരണം നമുക്ക് കിട്ടിയ വിശ്വാസം പുതിയ തലമുറയ്ക്ക് കൈമാറുക എന്നുള്ളൊരു മാതാപിതാക്കളുടെ കടമയാണ്. കർത്താവേ, എനിക്കത് പറ്റുന്നില്ല എന്ന് ഞാൻ പലപ്പോഴും ഓർക്കും. പക്ഷേ അങ്ങനെ വിശ്വാസത്തോടെ ഞങ്ങൾ കഴിഞ്ഞ 2025 ജൂണിൽ അച്ഛൻ്റെ ധ്യാനം കൂടിയപ്പോൾ ഉടമ്പടി വെച്ചിരുന്നു. അപ്പോൾ ഞാൻ പലപ്പോഴും നോക്കും സൺഡേകളിലാകെ ഇല്ലാത്ത ഡയാലിസിസ് മാത്രമാണ്. അപ്പോൾ അവിടേക്ക് എനിക്കൊന്ന് മാറാൻ വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചു. അപ്പോൾ നമുക്കൊക്കെ അവിടെ റെക്കമെൻഡേഷൻ വേണം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ജോലി മാറ്റം കിട്ടുകയുള്ളൂ. ഞാൻ പറഞ്ഞ അമ്മയുടെ മുന്നിൽ ഞാൻ ഈ അപേക്ഷ വെച്ചേക്കുന്ന അമ്മ തന്നെ എനിക്കൊരു ജോലി കണ്ടുപിടിക്കണം. ഞാൻ ജൂണിൽ റെസ്യൂമിയൊക്കെ റെഡിയാക്കി ജൂലൈയിൽ ഞാൻ ഇടുന്നു. ജൂലൈയിൽ അവസാനം ഞാൻ രാവിലെ റെസ്യൂമി സബ്മിറ്റ് ചെയ്യുന്നു. വൈകുന്നേരം എനിക്കൊരു ഇമെയിൽ വരുന്നു, പ്രിലിമിനറി ആൻസർ ചെയ്യണം പറഞ്ഞുണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ചേട്ടൻ പറഞ്ഞു ചിലപ്പോൾ അതുപോലെ ഇത് വല്ല ആയിരിക്കും എന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ അത് സബ്മിറ്റ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ എനിക്ക് വരുവാണ് ഇന്ന ദിവസം അപ്പോയിൻമെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇൻ്റർവ്യൂവിന് എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനപ്പോൾ കർത്താവ് ഇത് ശരിക്കും അമ്മയുടെ ആ ഒരു ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ഞാൻ ആ ഉടമ്പടിയിലൂടെ അതെ എൻ്റെ ഇൻ്റർവ്യൂവിലൂടെ ഞാൻ കാണുന്നു. ഞാൻ ആ ദിവസം തന്നെ പോയി. ഞാൻ പോയപ്പോഴത്തേക്കും ഉടമ്പടി ഉപ്പും തൈലവും എടുത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി ഉപ്പ് വിതറി വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാൻ കയറി ചെന്നു. അതിന് 2 ദിവസം മുമ്പ് ഞാൻ ഇതെല്ലാം ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കി, ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയിട്ട് കുറേ എല്ലാം പ്രിപ്പയർ ചെയ്തു. എനിക്കിപ്പോൾ കുറേ നാളായി അവരടുത്ത് കയറിയിട്ട് പിന്നെ അങ്ങോട്ട് മാറിയിട്ടില്ലാത്തതാണ്. ഇൻ്റർവ്യൂവിനെ പറ്റി ചെറിയ പേടിയുണ്ട്. അപ്പോൾ എന്താണ് അവർ ചോദിക്കുന്നത്, ഡയാലിസിസ് ഒരു എക്സ്പീരിയൻസ് ഇല്ല, ആകപ്പാട് ഇങ്ങനെ വിഷമത്തിലായിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് മാഡത്തിന് കൈ കൊടുത്തു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ അമ്മ തന്നെ വരണമെന്നൊരു പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി എന്നോട് എൻ്റെ പേര് ചോദിച്ചിട്ട് നേരെ പുള്ളിക്കാരത്തി എന്നെ ഓറിയൻറ്റേഷൻ ഹാളിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് ഓരോന്ന് കാണിച്ച് തരുവാണ്. അതാണ് ഇതിങ്ങനെ പറയുന്നത്. സാധാരണ എല്ലാവരും നമ്മളെ നേരെ നമ്മുടെ റെസ്യൂമി നോക്കും, എവിടെ ജോലി ചെയ്തത്, എന്താണ് എൻ്റെ എക്സ്പീരിയൻസ് എന്നിങ്ങനെ ചോദിക്കാറുണ്ട്. അതിന് പകരം പുള്ളിക്കാരൻ നേരെ ഓറിയൻറ്റേഷൻ കഴിഞ്ഞിട്ട് പറഞ്ഞു, ഓക്കെ ഞാൻ നിന്നെ അറിയിക്കാം. അപ്പോൾ എനിക്കൊരു കുറച്ച് പേർ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് കർത്താവ് എന്നോട് ചോദ്യം ചോദിക്കുന്നില്ലേ. അപ്പം ഞാനാകെ ഇതായി. ഓക്കെ, അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ഒരു 3-4 ദിവസത്തിനകം പുള്ളിക്കാർ തന്നെ വിളിച്ച് പറയുകയാണ്, ഞങ്ങളുടെ ഓഫർ അക്സെപ്റ്റ് ചെയ്യാവോ, ഇന്ന ദിവസം നിനക്ക് ഇൻ്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അത് ഞാൻ ജൂൺ 10-11 ദിവസങ്ങൾ ഉടമ്പടി എടുക്കുന്നു. ജൂലൈ അവസാനം ഞാൻ റെസ്യൂമി ഇടുന്നു. ഓഗസ്റ്റ് 25 എന്നെ ഞാൻ ഫസ്റ്റ് ഡേയിൽ എൻ്റെ ഓറിയൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു.
എനിക്ക് പരിശുദ്ധ അമ്മയുടെ ഒരു ഡയറക്റ്റ് ഇടപെടലാണ് എനിക്ക് അവിടെ ഫീൽ ചെയ്തത്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയാം ഒരുപാട് നാൾ ഒരു ജോലി കയറി ഒരാൾക്ക് വേറൊരു ഫീൽഡിലേക്ക് മാറുക എന്നുള്ളൊരു ഒത്തിരി പാടാണ്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ആരെങ്കിലും ഇറക്കുറൂ, ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മ ഉടമ്പടിയിലെടുത്ത ഒരു പ്രത്യേകത, എനിക്ക് പരിശുദ്ധ അമ്മ തന്ന ജോലിയാണിത്. അത് ഞാൻ എൻ്റെ കൂട്ടുകാരോടെല്ലാം ഞാൻ പ്രഖ്യാപിച്ചു. അവരൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു, നമുക്ക് ഉടമ്പടി നിന്ന് കഴിഞ്ഞാൽ അമ്മയുണ്ട് മുന്നിൽ, നമ്മൾ അമ്മയുടെ ശക്തമായ കരുത്തിൻ കീഴിലാണ് നമ്മളെല്ലാവരും. 1 പത്രോസ് പറഞ്ഞത്, ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിങ്കിൽ താഴ്മയോടെ നിൽക്കുക, നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളുന്നൊരു വചനം എപ്പോഴും നമ്മുടെ കൂടെ നടക്കുന്നത് നമുക്ക് കാണും, ഫീൽ ചെയ്യും. അതുപോലെ മക്കൾക്കാണെങ്കിലും അവരെ പറഞ്ഞു കൊടുക്കാനും കൊന്ത പഠിപ്പിക്കാനും, അതുപോലെ എനിക്ക് സൺഡേകളിൽ ജോലി ഇല്ലാത്തത് ഓർക്കുമ്പോൾ വലിയൊരു സന്തോഷമാണ്. കർത്താവ് മീൻസ് കുഞ്ഞുങ്ങളുടെ കൂടെ പള്ളിയിൽ പോയി അവരുടെ കൂടത്തെ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നതും വലിയൊരു സന്തോഷമായിട്ട് പരിശുദ്ധ എനിക്ക് ഈ ഉടമ്പടിയിലൂടെ സാധിച്ചു തന്നു. അതുപോലെ ഒരുപാട് ഉടമ്പടി തൈലവും ഉപ്പും ചേർത്ത് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉടമ്പടി പത്രം, ഇപ്പോൾ ഞങ്ങൾ ഈ വരുന്ന ട്രാവലിൽ തന്നെ ആണെങ്കിലും ഒരു ഇംഗ്ലീഷ് പത്രം എൻ്റെ ബാഗിലുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ന്യൂജേഴ്സിയിൽ നിന്ന് കയറിയ ഒരു മകൻ, ഓട്ടിസമുള്ള ഒരു 10-13 വയസ്സുള്ള മകൻ ഇങ്ങനെ ഓടി നടക്കുവാണ്. എവിടെ ചെന്നാലും അവൻ്റെ കൂവലും കരച്ചിലുമാണ്. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുക, നിൻ്റെ ഇരിക്കുന്ന ഇംഗ്ലീഷ് പത്രം നീ ആ മകൾക്ക് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ മോളോട് പറഞ്ഞ്, ഇതൊരു അത്ഭുതം നടക്കുന്ന പരിശുദ്ധ അമ്മയോട്, ഇത് ഇപ്പോൾ ഹൈദരാബാദിയാണ്. അപ്പോൾ ഞാൻ ആ പത്രം കൊടുത്തു. അതായത് നമ്മുടെ ഉള്ളിൽ വന്ന് അമ്മ പറയും, ഇതേ ഇന്ന ആൾക്ക് ആ പത്രം കൊടുക്കുന്നേ. അപ്പോൾ ആ ഒരു സ്വരം, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാനായിട്ട് പരിശുദ്ധ അമ്മ ഒരുപാട് എന്നെ സഹായിച്ചു. കുടുംബത്തെ ചേർത്ത് നിർത്തി, നമ്മൾ കുടുംബങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള കൃപ കിട്ടി. അതുപോലെ ഒരുപാട് എൻ്റെ ഞാൻ നേഴ്സായിട്ട് ജോലി ഞാൻ പറഞ്ഞു, എൻ്റെ കാരുണ്യ പ്രവർത്തികൾ പറഞ്ഞാൽ നമുക്ക് ഒരു ശകല സമയം ജോലി കിട്ടുകയില്ല. അത് പോയിട്ട് അവരടുത്ത് പോയി നിന്ന് നേരെ അവർ ശുശ്രൂഷിക്കാനും, നമുക്ക് ഏടുകൾ ചെയ്യേണ്ട പണികൾ പലപ്പോഴും നമ്മളെടുത്തുകൊണ്ട് അപ്പോഴെല്ലാം പറയും, നീ ഉടമ്പടിയിലാണ്, എൻ്റെ പേഷ്യൻ്റ് എന്ന് പറഞ്ഞ് എൻ്റെ ദൈവത്തിന് അല്ലെങ്കിൽ അവർക്ക് കൃപ കിട്ടുന്ന രീതിയിലാണ്. എൻ്റെ മക്കൾ ഒരു കൊച്ചുമക്കളാണ്. ഈ 2 കുഞ്ഞുങ്ങളെ എനിക്ക് ദൈവം തന്ന കുറച്ച് 10-13 വർഷത്തിന് ശേഷം ദൈവം തൻ്റെ 2 ദാനങ്ങളാണ് എനിക്ക് കിട്ടിയ വിശ്വാസം. എൻ്റെ കുഞ്ഞുങ്ങളിലേക്ക് തലമുറാനും അവർക്കും കൃപാസന അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. അവർ അമ്മ മാതാവിൻ്റെ നീലത്തിരിയും പച്ചത്തിരിയും കത്തിക്കുമ്പോഴത്തേക്കും മോൻ പറയും, അമ്മ ഇത് കൃപാസന. ഞങ്ങൾ പറഞ്ഞു, ഇന്ന് രാവിലെ നമ്മൾ ആ പള്ളിയിലാണ് പോകുന്ന, അമ്മ മാതാവിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലും നമ്മളിന്ന്. അതുപോലെ എൻ്റെ മോക്ക് അമ്മയുടെ എണ്ണയിലൂടെ ഈ കൊതുക് കുത്തി കുഞ്ഞിന് മേത്ത് എപ്പോഴും വലിയ ബബിൾ പോലെ വരാറുണ്ട്. കഴിഞ്ഞ ദിവസം വന്നപ്പോൾ അതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അതപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഒരു സ്നാതി വിശ്വാസ പ്രമാണം ചെല്ലിട്ട് പറഞ്ഞു, അമ്മ നാളെ രാവിലെ എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു പാട് പോലും അമ്മ കാണിക്കില്ലേ. ഞാൻ പ്രാർത്ഥിച്ചു വിശ്വാസത്തോടെ. വളരെ അത്ഭുതമായിട്ട് ഒരു പാട് പോലും ഇല്ലാതെ അമ്മ പൂർണ്ണമായിട്ട് അത് മാറ്റി എന്നുള്ളതാണ് ഒരു കാണപ്പെട്ട ഒരു സാക്ഷ്യമാണ്. അത് ഭയങ്കരമായിട്ട് ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും. അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. സങ്കീർത്തനം 13:6. അവിടുന്ന് നിൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ, അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കട്ടെ എന്നാണ് സങ്കീർത്തനം 20:4 പറയുന്നത്. ഈ മകൾ ഷെയർ ചെയ്ത പോൾ പള്ളിക്കലും കുടുംബവും ഷെയർ ചെയ്തതും അതുതന്നെയാണ്. ഇവരുടെ ഓരോ ഹൃദയാഭിലാഷങ്ങളും സാധിച്ചു കൊടുക്കുന്ന ഒരു ദൈവമാണ് ഉടമ്പടിയിൽ കാണുന്നത്. അവരുടെ ഉദ്യമങ്ങളിലെല്ലാം ഈശോയും അമ്മയും ചേർന്ന് നിന്ന് സഫലമാക്കി കൊടുക്കുന്നതായിട്ടാണ് നാം കേട്ടത്. ആദ്യമായി ഉടമ്പടി എടുത്തപ്പോൾ ജോലി ലഭിച്ചതും, പിന്നീട് ഉടമ്പടി എടുത്തപ്പോൾ പുതുക്കിയപ്പോൾ ഉടമ്പടിയിൽ പ്രൊമോഷൻ ലഭിച്ചതിനും സാക്ഷ്യം പറയാനാണ് ഈ മകൻ ഇവിടെ നിൽക്കുന്നത്. ഈശോയോടും അമ്മയോടും നമ്മൾ ചേർന്ന് നിന്ന് ഓരോ ആഗ്രഹങ്ങളും മുന്നോട്ട് വയ്ക്കുമ്പോഴും നമ്മൾക്ക് നല്ലതാണെന്ന് തോന്നുന്നുവെങ്കിൽ ഈശോയും അമ്മയും ചേർന്ന് നിന്നാണ് നമ്മുടെ ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്. ഈ മകളും പ്രാർത്ഥിച്ചത് അതുതന്നെയായിരുന്നു. ജോലിയിൽ ഒരു ഡയഗ്നോസിസ് ഇൻ്റർവ്യൂവിന് പോയിരുന്നു, ഡയാലിസിസിൻ്റെ ആയിരുന്നു. ആ ജോലിക്ക് പോയപ്പോഴും ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും ആണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം ഇവരുടെ ജീവിതത്തിൽ എപ്പോഴും ഓരോ കാര്യത്തിലും നമ്മൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. ടൈം ഷോർട്ടണിങ്ങിൻ്റെ അമ്മ ജൂലൈയിലാണ് ആപ്ലിക്കേഷൻ വെച്ചത് ഈ ജോലിക്ക് വേണ്ടിയിട്ട്. ഓഗസ്റ്റിൽ തന്നെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ ഇവർക്ക് ആ ജോലി നേടിക്കൊടുത്തു. ഓരോ പ്രാവശ്യം 19 വർഷമാണ് ഇവർ അവിടെ താമസിച്ചിരുന്നത്. ജോലിക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തത്. 1 മാസത്തിനകം ഉടമ്പടി മാതാവ് നമ്മുടെ കൃപാസന അമ്മ ഇവർക്ക് ചെയ്തു കൊടുത്തു. അതുപോലെ തന്നെയാണ് ഇവർ പറഞ്ഞത്, മക്കളെ വളർത്തുന്ന രീതിയും, കൊച്ചുമക്കളാണ്, ഇവർക്ക് കുർബാനയും കുമ്പസാരവും ഒക്കെ ഇവർക്കൊരു വലിയൊരു ആകാംക്ഷയായിരുന്നു.
ഇവർ ജീവിച്ച ഉടമ്പടി ജീവിതം തന്നെയാണ് മക്കൾക്കും ഇവർ ഷെയർ ചെയ്ത ആ വിശ്വാസം പങ്കുവെക്കാനായിട്ട് ഈ അച്ഛനും അമ്മയും നോക്കുന്നത്. മക്കളുടെ ജീവിതത്തിലും ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്കും അവരും അമ്മയെ ഈശോയും അമ്മയെ അടുത്തറിയുവാൻ ആരംഭിക്കുകയാണ്. ഈ കൊച്ചു ജീവിതത്തിലും ഈശോയും അമ്മയും ചേർന്ന് നിന്ന് ഉടമ്പടി ജീവിതത്തിൻ്റെ ഒരു ടേസ്റ്റ് അവർക്കും മനസ്സിലാക്കുവാൻ സാധിച്ചു ഈ അച്ഛനും അമ്മയിൽ നിന്നും. നമുക്കും നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ ബന്ധുക്കാർക്കും നമ്മുടെ സ്വന്തക്കാർക്കും നമുക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിശ്വാസങ്ങൾ നമ്മൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവേഷ്ടത്തിനനുസരിച്ചാൽ ദൈവം അവയ്ക്ക് അനുഗ്രഹം നൽകുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് വയ്ക്കുന്ന ഓരോ പദ്ധതികളിലും ഫലം കാണുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. വിജയം മനുഷ്യശക്തിയല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. നമുക്കും നമ്മുടെ ആഗ്രഹങ്ങളും പദ്ധതികളും നമ്മുടെ ആഗ്രഹങ്ങളും ദൈവത്തിന് സമർപ്പിക്കാം. ദൈവം നമ്മെ ശരിയായ വഴിയിൽ നയിക്കുവാനായി ഈ ഉടമ്പടി ജീവിതത്തിൽ നമ്മെ സഹായിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. പോൾ പള്ളിക്കലിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കൂടുതൽ വിശ്വാസ തീഷ്ണതയോടുകൂടി ഉടമ്പടി ജീവിതത്തിൽ ഈശോയെ പ്രകീർത്തിച്ചുകൊണ്ട് പരിശുദ്ധാമ്മയുടെ കരം പിടിച്ചുകൊണ്ട് നമുക്കും ഈ ഉടമ്പടി യാത്ര തുടരാം. സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇവരോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥം വഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ആൻഡ്രൂ ജോളി. ഞാൻ അങ്കാലിക്കടുത്ത് സെൻറ് ആനീസ് ചർച്ച് മറ്റൊരിടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2021 ഡിസംബർ 20 ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ്. രണ്ടാമത്തെ സാക്ഷ്യം പറയാൻ ആൾക്കാരിൽ കയറ്റിയിരുത്ത ഈശോയ്ക്കും മാതാവിനും വളരെ നന്ദി പറയുന്നു. എല്ലാവരെ പോലെ തന്നെ എനിക്കും ജോലിയുടെ ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ആദ്യമായിട്ട് മാതാവിൻ്റെ അടുത്ത് വരുന്നത്. ഞാൻ എൻ്റെ ബിടെക് കംപ്ലീറ്റ് ആയതിനു ശേഷം എനിക്ക് നല്ലൊരു ജോലി എന്നുള്ളതിൻ്റെ ഒരു സ്വപ്നമായിരുന്നു. പക്ഷേ ഞാൻ പഠിച്ച ഫീൽഡിൽ എനിക്കൊരു ജോലി കിട്ടുന്നുണ്ടായില്ല. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് നിയോഗം വെച്ച് അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഡിമാൻഡ്സ് വെച്ച് മാതാവിൻ്റെ അടുത്ത്. ഒന്ന്, ഞാൻ പഠിച്ച ഫീൽഡായിരിക്കണം, പിന്നെ എനിക്ക് ഉടമ്പടിയിൽ നിലനിൽക്കണം. അങ്ങനെ ഞാൻ ഡിമാൻഡ്സ് വെച്ച് ഞാൻ നിയോഗം വെച്ച് ഒരു രണ്ടാമത്തെ പുതുക്കൽ കഴിഞ്ഞ് മൂന്നാമത്തെ പുതുക്കലൊക്കെ ആയപ്പോഴേക്കും മാതാവ് എൻ്റെ ആഗ്രഹം പോലെ എനിക്ക് ജോലി എടുത്തന്ന്. എനിക്ക് അബുദാബിയിൽ അട്നോക്കിൽ റിഗിലാണ് എനിക്ക് ജോബ് മാതാവ് സെറ്റായി തന്നത്. അപ്പോൾ എനിക്ക് 2 മാസം വർക്ക് ചെയ്താൽ 1 മാസം നാട്ടിൽ വരാം. അങ്ങനെ നാട്ടിൽ വന്ന് എനിക്ക് ഉടമ്പടി പുതുക്കാം, ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം, തിരിച്ചു പോകാം. അങ്ങനെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ എനിക്ക് സാലറി കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചാളെ ഇപ്പോൾ മാതാവിനോട് പറഞ്ഞു, അതായത് കുറച്ചും കൂടി സാലറിയുള്ളൊരു ജോലി എനിക്ക് വേണം എന്നുള്ള രീതിയിൽ ഞാൻ മാതാവിൻ്റെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ഇൻ്റർവ്യൂസ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓഫ് ഷോർ വർക്ക് ചെയ്യുന്നത് കടലിൽ. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യാനായിട്ട് എത്താൻ പറ്റത്തില്ല. പിന്നെ ലീവിൻ്റെ സമയത്ത് ഞാൻ നാട്ടിലും വരും. അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂസ് ഒട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഓൺലൈനിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് പിന്നെ അതുപോലെ തന്നെ കമ്പനീസിൽ ഡയറക്റ്റ് CV കൊടുത്ത്, പക്ഷെ ഒന്നും സെറ്റായില്ല അങ്ങോട്ട്. പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ച് ഞാനത് വിട്ട്. പക്ഷേ മാതാവ് അത് വിട്ടില്ലായിരുന്നു. ഒരു ദിവസം ഞാൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് എനിക്കൊരു കോള് വന്ന് മാതാവായിട്ട് വന്ന കോളാണെന്നെങ്കിൽ തോന്നുന്നു, അല്ലാതെ വേറെ വഴിയില്ല. കോള് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇൻ്റർവ്യൂ നാളെ ചെയ്യാൻ റെഡിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ ഓഫ് ഷോറാണ് വർക്ക് ചെയ്യണേ, അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് ഓൺലൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ റെഗുലർ വർക്ക് ചെയ്യുന്നവർക്കറിയാം, ഓഫ് ഷോർ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ക്യാമറ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഫോണിലെ ക്യാമറ റിമൂവ് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ക്യാമറ ഇല്ല, അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, അത് കുഴപ്പമില്ല, നമുക്ക് കോളായിട്ട് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫോൺ കോളിൽ ഇൻ്റർവ്യൂ എടുത്തു. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പറയാമെന്ന് പറഞ്ഞവർ നിർത്തി, വേറെ ഒന്നും പറഞ്ഞില്ല. പിന്നെ ഞാൻ അത് വിട്ട് പിന്നെ ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി തിരിച്ച് ചെന്ന്. അപ്പോൾ പിന്നെ കേൾക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കമ്പനി അതൊരു US ബേസ്ഡ് കമ്പനിയാണ്. അപ്പോൾ അത് വേറൊരു കമ്പനിക്ക് വിറ്റെന്നാണ്. അപ്പോൾ എൻ്റെ പ്രതീക്ഷ എല്ലാം തീർന്നു. എന്നാലും ചെറിയൊരു വിശ്വാസം അവിടെ ബാക്കി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ആ കമ്പനി തന്നെ വിളിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ റെഡി ആണെന്നുള്ള രീതിയിൽ സംസാരിച്ചു. പിറ്റേ ദിവസം അവരെനിക്ക് ഓഫർ ലെറ്റർ അയച്ചു തന്നു. എനിക്ക് ആദ്യം കിട്ടിയിട്ടിരുന്നേക്കാളും ഒരു 2 മടങ്ങ് കൂടുതലൊരു ഉള്ളൊരു ജോലി എന്ന മാതാവ് എന്നെ സഹായിച്ചു. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ആദ്യം ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ
അത് ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് അത്യാവശ്യം കണ്ടിന്യൂസ് വർക്ക് ചെയ്യേണ്ടി വരും, ഒരു 2 മണിക്കൂറൊക്കെ. അപ്പോൾ എൻ്റെ കാലിന്, ഞാൻ ചെറുപ്പത്തിൽ ഫുട്ബോൾ കളിച്ചിട്ട് എൻ്റെ ലിഗമെൻറ്റിന് ചെറിയൊരു പുട്ടിൽ വന്നിട്ടുണ്ടായി. അത് ഞാൻ 3 മാസം റെസ്റ്റൊക്കെ എടുത്ത് ഓക്കെ ആയി സെറ്റായിട്ടാണ് ഞാൻ ജോലിക്ക് കയറിയത്. പക്ഷേ കണ്ടിന്യൂസ് വർക്ക് ചെയ്യണോണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് വീണ്ടും പെയിനായി. അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഇത്രേ പറഞ്ഞോളൂ, ഇതെനിക്ക് മാതാവ് നേടിത്തന്ന ജോലിയാണ്, മാതാവ് എന്നെ നോക്കിക്കോളാൻ പറഞ്ഞു. കാര്യം അവിടെ മെഡിക്കുണ്ട്, അവരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടും. പക്ഷേ അത് റെക്കോർഡിക്കലി പ്രോബ്ലം ആവും, പിന്നെ എനിക്ക് എൻ്റെ ജോബിനെ എഫക്റ്റ് ചെയ്യും, എൻ്റെ ജോബ് നഷ്ടപ്പെടാൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ ഒന്നും ചെയ്യുന്നില്ല, ഞാൻ തൈലം കാലുമ്പോൾ വരട്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തുടങ്ങി എനിക്ക് ജോലി എന്ന് പറയുമ്പോൾ എല്ലാം എനിക്ക് റെസ്റ്റ് കിട്ടുന്ന രീതിയിലുള്ള ജോലികളായി. പിന്നെ അത് കുഴപ്പമില്ലാതെ മാറി. പിന്നെ നാട്ടിലൊന്ന് ഉടമ്പടിയിൽ വെച്ച്, പിന്നെ എനിക്കിപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് നിന്ന് വർക്ക് ചെയ്താലും ഒരു കുഴപ്പമില്ല, അത് പൂർണ്ണമായിട്ട് മാറി കിട്ടി. പിന്നെ എന്ന് പറയാനായിട്ട് ഞാൻ ജോലിക്കും പഠിച്ചതിൻ്റെയും ഒക്കെ ആയിട്ട് എനിക്കൊരു 6-7 ലക്ഷത്തിൽ കൂടുതൽ കടം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ജോലി കിട്ടിയത് കഴിഞ്ഞ് ഒറ്റയടിക്ക് തന്നെ എൻ്റെ കടമെല്ലാം ഇല്ലാതായി, പൂർണ്ണമായിട്ട് മാറി കിട്ടി എനിക്ക്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് എടുത്തായിരുന്നു. പക്ഷെ അത് കുറേ പെൻഡിങ് ആയിരുന്നു, ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ഒരു 10 വർഷമായിട്ടാണ് കിടക്കണമായിരുന്നു. പക്ഷേ ഇപ്പോൾ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും അതെല്ലാം പൂർത്തിയായി, ഇപ്പോൾ പെയിൻറ്റിങ് വരെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇത്രയൊക്കെ അനുഗ്രഹങ്ങളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ എന്ന് വെച്ചാൽ എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടാറുണ്ട്. അതിൽ ഞാൻ അത്ര വിശ്വസിച്ചിരുന്ന വ്യക്തിയല്ല, പക്ഷേ മാതാവ് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഞാൻ വണ്ടി ഓടിക്കുന്ന സമയമാണ് ബൈക്ക്, അപ്പോൾ ഹെൽമെറ്റ് വെച്ചാൽ നമ്മൾ ഓടിക്കുക. ആ സമയത്ത് എനിക്ക് കണ്ടിന്യൂസ് ഒരു 2 മിനിറ്റ് കൂടുതൽ സുഗന്ധാഭിഷേകം കിട്ടിയായിരുന്നു. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം എന്തെങ്കിലുമൊക്കെ എൻ്റെ ലൈഫിൽ നടക്കും. അതുപോലെ തന്നെ എനിക്ക് കൂടുതലായിട്ടും സ്വപ്നത്തിൽ കൂടെ എന്നോട് കൂടുതൽ സംസാരിക്കുന്നത് തന്നെ. എന്തെങ്കിലും സ്വപ്നത്തിൽ ഇങ്ങനെ മാതാവ് കാണിച്ചു തരും. പിറ്റേ ദിവസം ഞാനിങ്ങനെ ബൈബിളിരുന്ന് വായിക്കുന്ന ടൈമിൽ അതിൻ്റെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരും എന്താ മാതാവ് പറഞ്ഞതെന്നുള്ളത്. അങ്ങനെ 2 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞത് അതും സെപ്റ്റംബർ 8-ാം തീയതി എൻ്റെ ഓഫർ ലെറ്റർ എൻ്റെ കയ്യിൽ കിട്ടിയത്. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തികളൊക്കെ ആയിട്ട് ചെയ്യാറെന്ന് പറയുന്നത്, എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അപ്പോൾ അവിടെ പ്രായ അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അപ്പച്ചന്മാരവിടെ ചെല്ലും, അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ പറ്റിയ അത് ചെയ്യും. പിന്നെ ഭക്ഷണം കൊടുക്കാതെ സഹായിക്കും. പിന്നെ അവരെ കുളിപ്പിക്കും, അവരെ നഖം വെട്ടി കൊടുക്കും, മുടി വെട്ടും, അങ്ങനെ അവരെ അത്യാവശ്യം ഞാൻ ശുശ്രൂഷ ചെയ്യാറുണ്ട് അവിടെ. പിന്നെ ഞാൻ റോഡ് സൈഡിലിരിക്കുന്ന പാവപ്പെട്ടവരെ കാണുമ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ മോശമാണ്, അവർക്ക് ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുക്കും. പിന്നെ പൊതിച്ചോറ് കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തി ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്ന സാലറിയുടെ ഞാനൊരു 0.5% മാറ്റി വയ്ക്കും എല്ലാ മാസം. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു കാരുണ്യപ്രവൃത്തി ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കിട്ടുന്ന പത്രങ്ങൾ ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് കൊടുക്കും. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് അബുദാബിയിലാണ്, അപ്പോൾ അവിടുത്തെ പള്ളിയിലും കൊടുക്കാറുണ്ട്. പിന്നെ യൂട്യൂബിൽ അച്ഛൻ്റെ ധ്യാനം ഞാനത് ലിങ്ക് എല്ലാവർക്കും ഷെയർ കൊടുക്കാറുണ്ട്. ഇത്രയൊക്കെ അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു. 65-ാം സങ്കീർത്തനം 4-ാം തിരുവചനം. അങ്ങയുടെ അങ്കണത്തിൽ വസിക്കാൻ അങ്ങ് തന്നെ തിരഞ്ഞെടുത്തു കൊണ്ടുവരുന്നവൻ ഭാഗ്യവാൻ. ഞങ്ങൾ അങ്ങയുടെ ആലയത്തിലെ വിശുദ്ധ മന്ദിരത്തിലെ നന്മ കൊണ്ട് സംതൃപ്തരാകും. ആൻഡോ ജോളി എന്ന മകൻ്റെ സാക്ഷ്യം വളരെ ആകർഷണീയമാണ്. കാരണം ആൻഡോ ജോളിയുടെ ഉടമ്പടി നിയോഗം നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒന്നാണ്. സാധാരണഗതിയിൽ ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാവരും ഉടമ്പടിയിൽ നിയോഗങ്ങൾ വയ്ക്കുന്നത് നമ്മുടെ ആവശ്യങ്ങൾ മാത്രമാണ്. പക്ഷേ ആൻഡോയുടെ നിയോഗത്തിൽ ഉണ്ടായിരുന്നത് എനിക്ക് ജോലിയോടൊപ്പം ഉടമ്പടിയും ചെയ്യുവാൻ സഹായിക്കുന്ന ഒരു ജോലിസ്ഥലമായിരിക്കണം, സാധ്യതയായിരിക്കണം എന്നുള്ള ഒരു നിബന്ധന കൂടി ആ നിയോഗത്തിനുണ്ടായിരുന്നു എന്നുള്ളത് വളരെ മനോഹരമാണ്. പരിശുദ്ധ അമ്മ ആ ജോലി ഈശോയിൽ നിന്ന് വാങ്ങി കൊടുക്കുമ്പോൾ ഈ മകനെ 2 മാസം ജോലി ചെയ്ത് 1 മാസം റിട്ടയർ, 1 മാസം വിശ്രമിക്കാനുള്ള ഒരു വലിയ സാധ്യതയും സഹായവുമാണ് പരിശുദ്ധ അമ്മ ഈ ഉടമ്പടിയിലൂടെ വെച്ച നിയോഗത്തിൽ ഈ മകന് കൊടുത്ത ജോലിയിൽ ലഭിച്ചിട്ടുള്ളത്. വളരെ സന്തോഷത്തോടുകൂടി ഇരിക്കുമ്പോൾ ഈ മകനുണ്ടാകുന്ന സുഗന്ധാഭിഷേകം, പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും സ്വപ്ന ദർശനങ്ങളും എല്ലാം ഈ മകനെ വളരെ ഇൻസെൻറ്റീവായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വളരെ കാഷ്വലായി തോന്നാവുന്ന ഈ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ മകന് വളരെ വലിയ കൃപയുടെയും അഭിഷേകത്തിൻ്റെയും ഒരു സാക്ഷ്യം കൂടിയാണ്. ഞാൻ പരിശുദ്ധ അമ്മയോട് എത്രമാത്രം ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നുവോ അത്രമാത്രം പരിശുദ്ധ അമ്മ നമ്മെ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്ന അനുഭവങ്ങൾ ഒരുപാട് യുവാക്കളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ മകൻ പറയുന്നുണ്ട്, ഞാൻ എപ്പോഴും എന്തെല്ലാം എനിക്ക് ചെറിയ വേദനകൾ, ലിഗമെൻ്റ് പെയിനൊക്കെ ഉണ്ടായപ്പോഴും അതെൻ്റെ ജോലിയെ ബാധിക്കും എന്ന് പരിശുദ്ധ അമ്മ നേരത്തെ മുന്നറിയിപ്പ് നൽകിയപ്പോൾ അത് തൈലം പൂശിക്കൊണ്ട് തന്നെ
ആ രോഗത്തിൽ നിന്നുള്ള ഒരു വലിയ ഹീലിംഗ് മകന് ലഭിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മുടെ എല്ലാ അസ്വസ്ഥതകളിലും പരിശുദ്ധ അമ്മയോട് നമുക്ക് വളരെ ഇൻറ്റിമസിയോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഈശോ ആഗ്രഹിക്കുന്നത് തന്നെയാണ്. നിങ്ങൾ എന്ത് തന്നെ പരിശുദ്ധ അമ്മയോട് ചോദിച്ചാലും ഞാൻ നിങ്ങൾക്കതെല്ലാം തരും. എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന എല്ലാം ഞാൻ പിതാവിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിത്തരുമെന്ന് ഈശോ നമ്മോട് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതാണ്. അതാണ് ഉടമ്പടി. ബൈലാറ്ററൽ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ നാം എന്തെല്ലാം ഈശോയ്ക്ക് കൊടുക്കുന്നു അതിലിരട്ടിയായി ഈശോ നമുക്ക് നൽകുന്ന ഒരു വലിയ വാഗ്ദാന പ്രാർത്ഥന പ്രക്രിയയാണിത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന അടുക്കും ചിട്ടയും അച്ചടക്കവും എല്ലാം നമുക്ക് കാലക്രമേണ നമുക്ക് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ക്രിസ്തു കൈമാറ്റം നടത്തുന്ന ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയെ നമുക്ക് ആശ്ലേഷിക്കാം. ആൻഡോയ്ക്കുണ്ടായിട്ടുള്ള ഒരു വലിയ അനുഭവം അത് തന്നെയാണ്. പരിശുദ്ധ അമ്മയെ സ്വന്തമാക്കാൻ സാധിക്കുന്നു. ഈശോയെ എപ്പോഴും കൃത്യമായി സ്വീകരിക്കുവാനും കൃത്യമായി കുമ്പസാരിക്കുവാനും വചനം വായിക്കുവാനും എപ്പോഴും വളരെ ആകസ്മികമായി നോക്കിക്കാണാതെ എല്ലാം ഈശോ എനിക്ക് നൽകുന്നതാണെന്നുള്ളൊരു വലിയ നിശ്ചയദാർഢ്യത്തോടെ കൂടി മുന്നോട്ട് പോകാനുള്ള വലിയ കൃപയും മകൻ ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ഉടമ്പടി ജീവിതം അങ്ങനെ ആയിരിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ ജോലികളും നിയോഗങ്ങളും നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും എല്ലാം നമുക്ക് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും യുവാക്കളായിട്ടുള്ള എല്ലാ മക്കളെയും ഒറ്റപ്പെട്ട് കഴിയുന്നവരെല്ലാം നമുക്ക് നിയോഗത്തോട് ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി ആൻറ്റോ ജോളിയുടെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.